ലോകം ഉറ്റുനോക്കിയ സമാധാന ചർച്ചകൾക്ക് തിരിച്ചടിയായി പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയുടെ മുനമ്പിലാണ്. വെടിനിർത്തൽ പ്രഖ്യാപനങ്ങളുടെ ആയുസ് മണിക്കൂറുകൾ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് കഴിഞ്ഞ രാത്രി ലെബനനിൽ ഇസ്രായേൽ നടത്തിയത് സമാനതകളില്ലാത്ത അക്രമ പരമ്പരകളാണ്. ഉറങ്ങിക്കിടന്ന നഗരങ്ങളെയും ജനവാസ മേഖലകളെയും അഗ്നിഗോളങ്ങളാക്കി മാറ്റിയ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 250 കടന്നിരിക്കുന്നു. ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുകയാണ്. ബെയ്റൂട്ടിന്റെ തെരുവുകളിൽ ഇപ്പോൾ ആംബുലൻസുകളുടെ നിലവിളികൾ മാത്രമാണ് മുഴങ്ങുന്നത്. പരിക്കേറ്റ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് ലെബനിലെ ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞു. ഇതിനിടെ ഇറാൻ ഇസ്രായേൽ സംഘർഷം ആഗോള സാമ്പത്തിക മേഖലയെയും മുൾമുനയിൽ നിർത്തുകയാണ്. സമാധാനത്തിന്റെ വാതിലായി കരുതപ്പെട്ടിരുന്ന ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ വലിയൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഇറാൻ നിലപാട് മാറ്റുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് ഭീഷണികളും നാറ്റോ സഖ്യത്തിനെതിരെയുള്ള വിമർശനങ്ങളും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ സമവാക്യങ്ങൾക്ക് വഴിമാറുകയാണ്. യുദ്ധം ലെബനനിൽ നിന്ന് കൂടുതൽ മേഖലകളിലേക്ക് പടരുമോ? ഹോർമൂസ് കടലിടുക്കിന്റെ അനിശ്ചിതത്വം എണ്ണവിലയെ എങ്ങനെ ബാധിക്കും? പശ്ചിമേഷ്യയിലെ ഈ നിർണായക സാഹചര്യത്തിന്റെ എല്ലാ വശങ്ങളും നമുക്കിന്ന് പരിശോധിച്ചു നോക്കാം. ലെബനന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീതിതമായ രാത്രികളിലൊന്നാണ് കടന്നുപോയത്. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന ശുഭവാർത്തകൾക്കിടയിലാണ് സകല പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബെയ്റൂട്ടിന് മുകളിൽ മരണം വീഴ്ചത്. മധ്യ ബെയ്റൂട്ടിലെ അതീവ സുരക്ഷയുള്ള മേഖലകളിലും ജനസാന്ദ്രതയേറിയ തെരുവുകളിലും ഒരേ സമയം സ്ഫോടനങ്ങൾ മുഴങ്ങി. കെട്ടിടങ്ങൾ ഒന്നടങ്കം തകർന്നു വീഴുന്ന കാഴ്ചയാണ് നാം നേരം പുലർന്നപ്പോൾ കാണാൻ സാധിച്ചത്. ഒറ്റ രാത്രിയിൽ മാത്രം ഇസ്രായേൽ നടത്തിയത് 100-ലധികം വ്യോമാക്രമണങ്ങളാണ്. ബെയ്റൂട്ടിന് പുറമെ ബെക്ക താഴ്വരയിലും തെക്കൻ ലെബനനിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ലഭ്യമായ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 254 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ തകർന്നടിഞ്ഞ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ ഇനിയും 100 കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സൂചന. അതിനാൽ തന്നെ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. ആശുപത്രികളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അങ്ങേയറ്റം ദയനീയമാണ്. 1200ഓളം പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ലെബനൻ ആരോഗ്യമന്ത്രി റാക്കൻ നസറുദ്ദീൻ മാധ്യമങ്ങളോടായി പറഞ്ഞത് രാജ്യം നേരിടുന്നത് സമാനതകളില്ലാത്ത ആരോഗ്യ പ്രതിസന്ധിയാണെന്നാണ്. മരുന്നുകളുടെയും രക്തത്തിന്റെയും രൂക്ഷമായ ക്ഷാമം നേരിടുന്നു. പരിക്കേറ്റവരെ ഉൾക്കൊള്ളാൻ വാർഡുകൾ തികയാതെ വന്നതോടെ പലരെയും വരാന്തകളിലും മറ്റ് താൽക്കാലിക കേന്ദ്രങ്ങളിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലും ബോംബുകൾ വീഴുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനവും കാരണം ജനങ്ങൾ പരിഭ്രാന്തരായി. അവർ തെരുവിലേക്ക് ഇറങ്ങി ഓടുകയാണ്. ആംബുലൻസുകൾക്ക് പോലും തകർന്ന റോഡുകളിലൂടെ കൃത്യസമയത്ത് ആശുപത്രികളിൽ എത്താൻ കഴിയുന്നില്ല. മാർച്ച് 2 സൈനിക നടപടി തുടങ്ങിയതിനു ശേഷം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ കടന്നാക്രമണമാണിത്. കൃത്യമായ മുന്നറിയിപ്പുകളില്ലാതെ ജനവാസ മേഖലയിൽ നടത്തിയ ഈ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ലെബനൻ സർക്കാർ ആരോപിക്കുന്നു. ലെബനനിൽ തുടരുന്ന ഈ അതിശക്തമായ ആക്രമണങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകി. ഹിസ്ബുള്ളയുടെ സൈനിക ശക്തി പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ ഓപ്പറേഷൻ ബീപ്പേഴ്സ് ആരംഭിച്ചതിന് ശേഷം ആ സംഘടന നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരൊറ്റ ഭീകര കേന്ദ്രവും ലെബനനിൽ ബാക്കി ഉണ്ടാവില്ലെന്ന കർശന നിലപാടിലാണ് സൈന്യം. ഹിസ്ബുള്ളയുടെ രഹസ്യ സങ്കേതങ്ങൾ, ആയുധപ്പുരകൾ, ആശയവിനിമയ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യം വെച്ചാണ് ആക്രമണമെന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നുണ്ടെങ്കിലും മധ്യ ബെയ്റൂട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ തകർക്കുന്നതിനെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. എന്നാൽ ഈ വിമർശനങ്ങളെ ഇസ്രായേൽ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഹിസ്ബുള്ള സാധാരണക്കാരെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നു എന്ന സ്ഥിരം പല്ലവിയാണ് ഇസ്രായേൽ പ്രതിരോധ സേനയായ IDF ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഇറാനുമായി വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടെ ലെബനിൽ ഇസ്രായേൽ ഇത്രയധികം ആക്രമണം കടുപ്പിച്ചത് ചർച്ചകളിൽ മേൽക്കൈ നേടാനാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇസ്രായേൽ പ്രതിപക്ഷവും ഈ നീക്കത്തെ ജാഗ്രതയോടെയാണ് കാണുന്നത്. നെതന്യാഹു സർക്കാരിന്റെ ഈ സൈനിക നടപടി പശ്ചിമേഷ്യയെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക അവർ പങ്കുവയ്ക്കുന്നു. പ്രത്യേകിച്ച് വെടിനിർത്തൽ കരാർ ഒപ്പിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നടന്ന ഈ കടന്നാക്രമണം ഇറാന്റെ പ്രകോപനത്തിന് കാരണമാകുമോ എന്നതാണ് ലോകം ഭയക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇസ്രായേൽ സൈന്യം കൂടുതൽ കരയുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നതും അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നു. ലെബനനിലെ ഈ രക്തച്ചൊരിച്ചിൽ കേവലം ഒരു സൈനിക നടപടി എന്നതിലുപരി പശ്ചിമേഷ്യയുടെ നയതന്ത്ര ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇറാനെതിരെ US ഇസ്രായേൽ സംയുക്ത വെടിനിർത്തൽ പ്രഖ്യാപനം നിലവിലിരിക്കെയാണ് ഇസ്രായേൽ ഈ കടന്നാക്രമണം നടത്തിയത്. ഇത് അന്താരാഷ്ട്ര സമൂഹത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈ ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളെല്ലാം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നൽകിയ ഉറപ്പിന്മേൽ ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രണങ്ങളോടെ തുറക്കാൻ ധാരണയായിരുന്നു. എന്നാൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നത് ഇറാനെ ചുടിപ്പിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള
കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുമോ അതോ ഇറാൻ കടലിടുക്ക് പൂർണ്ണമായി അടച്ചിടുമോ എന്നതാണ് ലോകത്തിന്റെ ആശങ്ക. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളും ഈ പ്രതിസന്ധിയെ സങ്കീർണമാക്കുന്നു. സമാധാനത്തിന് പിന്തുണ നൽകുന്നതിനൊപ്പം തന്നെ ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്തുന്ന ട്രംപിന്റെ ഭീഷണി ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പ്രകോപിച്ചിട്ടുണ്ട്. സമാധാന ചർച്ചകളേക്കാൾ ഉപാധിയായി സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇതിനിടെ ഇസ്രായേൽ പ്രതിപക്ഷവും നെതന്യാഹു സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. US-ഉം ഇറാനും വെടിനിർത്തൽ കരാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്രായേൽ അത് അവഗണിക്കുന്നത് ചരിത്രപരമായ രാഷ്ട്രീയ ദുരന്തമാണെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. പാകിസ്ഥാനിലെ ചർച്ചകൾക്ക് മുൻപ് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ വാഷിംഗ്ടൺ നടത്തുന്ന ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അനിശ്ചിതത്വത്തിലാകുന്നത് എണ്ണവിലയിൽ വൻ വർധനവിന് കാരണമാകുമെന്നതിനാൽ ആഗോള സമ്പദ് വ്യവസ്ഥയും ഭീതിയുടെ നിഴലിലാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ കാർമേഘങ്ങൾക്കിടയിൽ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും പുറത്തുവരുന്നത്.